മനസ്സിലാക്കുന്ന ആർക്കും ഒരു രക്ഷിതാവ് സൃഷ്ടിക്കാതെ ഇതൊന്നും യാദൃശികമായി ഉണ്ടാകില്ലെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ഒരു ദൈവവിശ്വാസം മനുഷ്യനിലേക്ക് കടന്നു വന്നാൽ, ഒരു സ്രഷ്ടാവിനെ ദൈവം വിശ്വാസം അന്വേഷിക്കുന്ന, സത്യം അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് ബോധ്യപ്പെട്ടാൽ അടുത്തതായിട്ട് അയാൾ അന്വേഷിക്കുന്നത് എന്തായിരിക്കും? എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത്? ആ സ്രഷ്ടാവ് എപ്പോഴാണ്? അവന്റെ അന്ത്യം എപ്പോഴാണ്? ആ സ്രഷ്ടാവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്വാഭാവികമായ സംശയം. ഇത്തരം സംശയങ്ങൾക്ക് യുക്തിഭദ്രമായിട്ട് വിശുദ്ധ ഖുർആൻ മറുപടി നൽകുന്നത് 112 അധ്യായത്തിലെ 4 വചനങ്ങളിലൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ വചനങ്ങളോട് വൈകാരികമായ ഒരു ബന്ധമാണ്. കാരണം കുറെ വർഷങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്നും മാറി നിന്നിട്ട് ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് പ്രചോദനം ലഭിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ വചനങ്ങളുടെ അർത്ഥം തന്നെയാണ്. 1-2 സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് ഈ വചനങ്ങൾ മാത്രം. അതിന്റെ അർത്ഥം അറിയില്ല, ആശയം അറിയില്ല. അതുകൊണ്ട് ഈ വചനങ്ങളോടൊരു സ്നേഹവുമില്ല, ഒരു മമതയുമില്ല. ഒരു ദിവസം ലോ കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലിൽ വികൃതമായ രീതിയിൽ ഇത് പാടുകയും വികൃതമായ നൃത്ത ചുവടുകൾ വെച്ച് കുട്ടികളുടെ കയ്യടിയും വാങ്ങി സ്റ്റേജിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ വെങ്കിട്ട സുബ്ബയ്യ എന്നോട് പറഞ്ഞു, മുഖത്ത് നോക്കി ദേഷ്യത്തോടെ, മായൻ, യു ഡിഡ് എ വെരി ബാഡ് തിങ്. വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പച്ചയായ നുണ ഞാൻ പറഞ്ഞു, സർ, ഇറ്റ്സ് എൻ അറബിക് സോങ്, അറബിയിലുള്ളൊരു ഗാനമാണ്. അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നോ, ഇറ്റ്സ് എ ഖുറാനിക് വേഴ്സ് ആൻഡ് എ പ്രയർ. ഖുർആനിൽ നിന്നുള്ളൊരു വചനമാണ്, പ്രാർത്ഥനയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ ഞാൻ തരിച്ചിരുന്നു പോയിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. പ്രപഞ്ചത്തിലേക്ക് നാം നോക്കുക, എല്ലാം ഒന്നിൽ കൂടുതലില്ലേ? മനുഷ്യരുണ്ടെങ്കിൽ അനേകം മനുഷ്യർ, സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങൾ, ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങൾ. അപ്പോൾ ഏകൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പ്രപഞ്ചത്തിനുള്ളിലുള്ളതല്ല, പ്രപഞ്ചത്തിന് പുറത്തുള്ള ശക്തിയാണ്. ഒന്ന്, എല്ലാ വസ്തുക്കളുടെയും ജീവികളുടെയും അടിത്തറ എന്ന് പറയുന്നത് ആറ്റമാണ്, പരമാണുക്കൾ. പരമാണുക്കൾ നെഗറ്റീവായ ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവായ പ്രോട്ടോൺ ഉണ്ട്, കോർക്കുണ്ട്, ആന്റി കോർക്കുണ്ട്, വെയ്റ്റ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാ വസ്തുക്കളും. ഒരു വിഭജിക്കപ്പെടാത്തൊരു വസ്തുവിനെ തേടി ശാസ്ത്രലോകം ഇപ്പോഴും അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഒരു വസ്തുവിനെ നാളെ ശാസ്ത്രലോകം കണ്ടെത്തിയാലും അങ്ങനെ വിഭജിക്കപ്പെടാത്ത അതുപോലെയുള്ള കോടാനുകോടി വസ്തുക്കൾ ഭൂമിയിലുണ്ടാകും, പ്രപഞ്ചത്തിലുണ്ടാകും. അപ്പോൾ ഏകൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് അതീതനായ അള്ളാഹു മാത്രം. 2, അള്ളാഹു സമദ്, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, പരാശ്രയനാണ്. മനുഷ്യർ, അത് മനുഷ്യ ദൈവങ്ങൾ എന്ന് പറയുന്നവരാണെങ്കിലും ദൈവാവതാരങ്ങളായിട്ട് അവതരിച്ചവരെന്ന് പ്രഖ്യാപിക്കുന്നവരാണെങ്കിലും അമാനുഷിക സിദ്ധികളുണ്ടെന്ന് ഉത്ബോധിപ്പിക്കുന്നവരാണെങ്കിലും അവർ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു, വായു ശ്വസിച്ചിരുന്നു, പലതിനെയും ആശ്രയിച്ചിട്ടുണ്ട്, പലരെയും ആശ്രയിച്ചിട്ടുണ്ട്. ഒരു മരം ഭൂമിയെ ആശ്രയിക്കുന്നു, ഗ്രഹങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നു, നക്ഷത്രങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നു. അപ്പോൾ ആശ്രയിക്കാത്ത പ്രപഞ്ചത്തിലെ ഏക വസ്തു എന്ന് പറയുന്നത് ഒന്നുമില്ല. അപ്പോൾ അള്ളാഹു പ്രപഞ്ചത്തിന് അതീതനാണ്. മൂന്നാമത്തേതാണ് പരമപ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നിങ്ങളോട് ആളുകൾ ചോദിക്കാറില്ലേ, എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത്? അതിനുള്ള ഉത്തരമാണ് ലം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. അവൻ എന്നെന്നുമുള്ളവനാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്, ആരംഭമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്. ഈ പ്രപഞ്ചത്തിന് ആരംഭമില്ല, അവസാനമില്ല എന്ന് ശാസ്ത്രജ്ഞർ കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിന്റെ കാലഘട്ടം. അങ്ങനെ ഇരിക്കെ 1929 എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചപ്പോൾ അമ്പരപ്പെട്ടുപോയി. നിപുണകളും നക്ഷത്രങ്ങളും ഗോളങ്ങളുമെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു. ഒരു പൊട്ടുകളുള്ള ഒരു ബലൂൺ എടുത്ത് നാം ഊതി വീർപ്പിച്ചാൽ പൊട്ടുകൾ പരസ്പരം അകലുന്നത് പോലെ പ്രപഞ്ചം അകലുന്നു. അതിൽ നിന്നും അദ്ദേഹം പറഞ്ഞു, യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്, പ്രപഞ്ചം വികസിക്കുന്നുവെന്ന്. 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആകാശങ്ങൾ, അതായത് പ്രപഞ്ചത്തെ നാം സൃഷ്ടിക്കുകയും നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം വികസിക്കുന്നു എന്നതിൽ നിന്നും ശാസ്ത്രജ്ഞർ എന്ത് മനസ്സിലാക്കി? മറ്റൊരു സിദ്ധാന്തം മനസ്സിലാക്കി, മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി. അതായത് നിബുണകളും നക്ഷത്രങ്ങളും ഗോളങ്ങളുമെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ
കാലത്തിലൂടെ പിറകോട്ട് പോയാൽ അവ അടുത്ത് 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 ഒന്നായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ ഊഹിച്ചു. പിന്നീടുള്ള പഠനങ്ങളിൽ നിന്നും അവർ പറയുന്നു, ആദ്യം ഒന്നുമില്ലായിരുന്നു, ശൂന്യതയായിരുന്നു. ടൈം സ്പേസ് മാറ്റർ, സമയമില്ല, വ്യാപ്തിയില്ല, പദാർത്ഥമില്ല. അങ്ങനെ ഇരിക്കെ യാദൃശ്ചികമായിട്ട് പ്രപഞ്ചത്തിന്റെ ഒരു ഭ്രൂണം നിലവിൽ വന്നു. പിന്നീട് ഒരു മഹാസ്ഫോടനത്തിലൂടെ എല്ലാം ചിന്നിച്ചിതറി ക്രമേണ തണുത്ത് നെബുലകളും നക്ഷത്രങ്ങളും ഗോളങ്ങളുമായി തീർന്നു. അപ്പോൾ ശാസ്ത്രജ്ഞരിൽ ഒരു വിഭാഗം പറയുന്നത് ഇത് യാദൃശ്ചികമാണെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായത്തിലെ 30-ാം വചനത്തിൽ പറയുന്നു, അന്ന സമാവാതി വൽ അർള കാനത്താ റത്കൻ ഫഫതഖ്നാഹുമാ. ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു. അള്ളാഹു പറയുന്നു, നാം അതിനെ വേർപെടുത്തി. അപ്പോൾ അള്ളാഹുവാണോ വേർപെടുത്തിയത്? അള്ളാഹു അല്ലയോ? പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങളുടെ ഈ അടുത്തുള്ളൊരു പലചരക്ക് കടയിൽ ഒരു സ്ഫോടനം നടന്നാൽ എന്ത് സംഭവിക്കും? എല്ലാം ചിന്നിച്ചിതറിപ്പോകും. മറിച്ച് സ്ഫോടനത്തിന് ശേഷം പഞ്ചസാര പോയി പഞ്ചസാരയുടെ ചാക്കിൽ കൃത്യമായി വീഴുന്നു, ഗോതമ്പ് പോയി കൃത്യമായി ഗോതമ്പിന്റെ ചാക്കിൽ വീഴുന്നു, വെളുത്തുള്ളി പോയി കൃത്യമായി വെളുത്തുള്ളിയുടെ ചാക്കിൽ വീണാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ആ സ്ഫോടനത്തിന്റെ പിന്നിൽ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു, ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മഹാവിസ്ഫോടന നടന്ന നിമിഷം തന്നെ, നിമിഷം എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ കോടാനുകോടി ഭാഗങ്ങളായി വിഭജിച്ചാൽ ആ ഭാഗം, ആ സമയത്ത് തന്നെ രണ്ട് ശക്തികൾ തുല്യമായ പങ്ക് വഹിച്ചു. ഒന്ന് സ്ഫോടക ശക്തി, മറ്റൊന്ന് ആകർഷിക്കാനുള്ള ശക്തി. ഇത് തുല്യ പങ്കാണ്. സ്ഫോടക ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ എല്ലാം ചിന്നിച്ചിതറി പോകുമായിരുന്നു, പ്രപഞ്ചം നിലവിൽ വരില്ല. ആകർഷിക്കാനുള്ള ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തും. ഈ രണ്ട് ശക്തികളും തുല്യമായ പങ്ക് വഹിച്ചു. ഈ തുല്യമായ പങ്കെന്ന് പറയുന്നത് ഈ ബന്ധത്തെ കോടാനുകോടി ഭാഗങ്ങളായി വിഭജിച്ചാൽ അതിന്റെ ഒരു അംശത്തിന്റെ വ്യത്യാസം പോലും ഉണ്ടെങ്കിൽ പ്രപഞ്ചം നിലവിൽ വരില്ല എന്ന് ശാസ്ത്രലോകം സമ്മതിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ, നാമാണ് അതിനെ വേർപെടുത്തിയത്. അപ്പോൾ അള്ളാഹു സ്ഫോടനം നടത്തി, അള്ളാഹു സമയത്തെ സൃഷ്ടിച്ചു, അള്ളാഹു വ്യാപ്തിയെ സൃഷ്ടിച്ചു, അള്ളാഹു പദാർത്ഥത്തെ സൃഷ്ടിച്ചു. ഈ ടൈം സ്പേസ് മാറ്റർ, സമയത്തിന്റെയും വ്യാപ്തിയുടെയും പദാർത്ഥത്തിന്റെയും ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചട്ടക്കൂട്ടിൽ ജീവിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ്സിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. ഈ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും അറിവിന്റെ പരിമിതിയാണ് അള്ളാഹു എപ്പോഴും ഉണ്ടായെന്ന്. കാരണം സമയത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് സമയത്തിന്റെ പരിമിതിയില്ല. പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവജാലങ്ങളെ നാം മനസ്സിലാക്കുന്നത്. കാരണം എല്ലാത്തിന്റെയും അടിത്തറ ആറ്റമാണ്. ഈ പദാർത്ഥം സൃഷ്ടിച്ച ആ കാഴ്ചപ്പാടിൽ പദാർത്ഥങ്ങളുടെ ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും അറിവിന്റെ പരിമിതിയിൽ നിന്നുള്ള ചോദ്യമാണ് എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്ന്. മറിച്ച് പദാർത്ഥത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് പദാർത്ഥത്തിന്റെ നിയമം ബാധകമല്ല. സമയത്തിനതീതനായ, പദാർത്ഥത്തിനതീതനായ, വ്യാപ്തിക്കതീതനായ, പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 112-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ യാതൊന്നുമില്ല. അങ്ങനെ പ്രപഞ്ചത്തിന് അതീതനായ സൃഷ്ടാവിനെ അള്ളാഹു എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്? നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത ഒട്ടനവധി വസ്തുക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നു. നിങ്ങൾ അത് നോക്കുന്നില്ലേ? നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങളുടെ ചിന്താശക്തിയിലേക്ക് നോക്കുന്നില്ലേ? നമുക്ക് ആ സൃഷ്ടാവിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ മനസ്സുകളെ ഒട്ടേറെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമാണ് ബീഫ് കഴിച്ചതിനൊരു പാവപ്പെട്ട മനുഷ്യനെ നിഷ്ഠൂരമായി വധിച്ചത്. ഒരു വെള്ളിയാഴ്ചക്ക് മുൻപ് ഒരു മുസ്ലിം വളരെ പ്രകോപിതനായിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് ശക്തമായിട്ട് ഇതിനെതിരായി പ്രതിഷേധിക്കണം, എന്തും നാം ചെയ്യണം. ഞാൻ പറഞ്ഞു, സഹോദര, വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനെ ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തിലെ എല്ലാ ഹിന്ദുക്കളെയും നാം വർഗീയവാദികളായിട്ട് കാണരുത്. ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള കോടാനുകോടി മനസ്സുകൊണ്ട് വെറുക്കുന്ന നല്ലവരായ ഹിന്ദുക്കളുണ്ട്. ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളവരിൽ ഹിന്ദുക്കളായ മാധ്യമ പ്രവർത്തകരുണ്ട്. പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുള്ള സാഹിത്യകാരന്മാർ, അവർ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ചില ആളുകൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നാം എല്ലാവരെയും വിലയിരുത്തരുത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. കേട്ടയാൾ ചോദിച്ചു, എന്തിനാണ് താങ്കൾ അതിപ്പോൾ പറഞ്ഞത്? കേരളത്തിൽ
ഇതുപോലെയുള്ള ദാരുണ സംഭവങ്ങൾ നടക്കുന്നില്ല, അതുകൊണ്ടാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല പറഞ്ഞത്. ഞാൻ 112-ാം അധ്യായം ഒന്ന് ആലോചിച്ചു പോയി. 112-ാം അധ്യായം പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹുവിനെ ആരും അറുക്കില്ലല്ലോ, അരിയില്ലല്ലോ, മുളക് പൊടി തേക്കില്ലല്ലോ, ചവച്ചു ഭക്ഷിക്കില്ലല്ലോ, ഫ്രിഡ്ജിൽ വെക്കില്ലല്ലോ. ഇത് ഞാൻ ആലോചിച്ചു പോയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞതാണ്. ഈ ഒരു ദൈവവിശ്വാസമുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക എന്ന ഉന്നതമായ തത്വം. ഈ തത്വത്തിലൂടെ സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, വിശ്വാസപരമായ വൈകല്യങ്ങളിൽ നിന്നും ഖുർആൻ മോചിപ്പിക്കുകയാണ്. അതും എത്ര യുക്തിഭദ്രമായിട്ടാണ്. ഞാൻ ഈ വസ്തുതകൾ ഓരോന്ന് ആവർത്തിച്ച് പറയുന്നത് ഖുർആന്റെ ഔന്നത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. 7-ാം അധ്യായത്തിലെ 194-ാം വചനത്തിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അംസാലുക്കും 2 വാക്കുകൾ. നിങ്ങളെ പോലെ അടിമകൾ മാത്രമാണ് അവർ. അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവ, നമ്മെപ്പോലെ ജനിക്കുകയും നമ്മെപ്പോലെ ഭക്ഷിക്കുകയും നമ്മെപ്പോലെ ശ്വസിക്കുകയും നമ്മെപ്പോലെ ദാഹം കൊണ്ട് വലയുകയും വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുകയും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയും വാർദ്ധക്യത്താൽ കഷ്ടത അനുഭവിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും മണ്ണും ചാരവുമായി തീരുന്ന നശ്വരമായ മനുഷ്യർക്ക് സ്വന്തം ശരീരത്തെ പോലും വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും രോഗത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയാത്ത നശ്വരനായ മനുഷ്യൻ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നത്? അതേ അധ്യായത്തിലെ 197-ാം വചനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലാ യസ്തതീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സ്വന്തം ശരീരത്തെ പോലും സഹായിക്കാൻ കഴിയില്ല. അങ്ങനെ സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ ഞാനിത് ആവർത്തിക്കും, നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഒരു സ്രഷ്ടാവാണ് സൃഷ്ടിച്ചതെന്നും അവൻ ഏകനാണെന്നും അവൻ ആരാണെന്നും അവനെ മാത്രമേ ആരാധിക്കാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാനും പാടുള്ളൂവെന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തിയ ശേഷം അടുത്തതായിട്ട് അയാൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? ചോദ്യങ്ങൾ എന്തായിരിക്കും? അങ്ങനെയുള്ള സൃഷ്ടാവ് എന്തിനാണ് തന്നെ സൃഷ്ടിച്ചത്? എന്താണ് തന്റെ ജീവിത ലക്ഷ്യം? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ആരെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല അവനെ ആരാധിക്കാനല്ലാതെ എന്ന് 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലൂടെ ഖുർആൻ വ്യക്തമായ മറുപടി നൽകുന്നുണ്ടെങ്കിലും സത്യം അന്വേഷിക്കുന്ന പലരെയും അത് തൃപ്തിപ്പെടുത്തണമെന്നില്ല. കാരണം എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അല്ലാഹുവിന് എന്തിനാണ് നമ്മുടെ ആരാധന? എന്തിനാണ് നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ ആരാധന ലഭിച്ചിട്ടില്ലെങ്കിൽ, പ്രാർത്ഥന ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന് എന്ത് കുറവാണ് ഉണ്ടാകുവാൻ പോകുന്നത്? സ്വാഭാവികമായ സംശയമാണ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിലൊരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിലൂടെ മനോഹരമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ ആയുധങ്ങളാണത്. നന്മയുടെ പാതയിലൂടെ നാം സഞ്ചരിക്കാനും തിന്മയുടെ പാതയിലൂടെ പോകാതിരിക്കാനുമുള്ള പരിശീലനമാണ് ആരാധനകളും നമസ്കാരങ്ങളും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇനി 2-ാം അധ്യായത്തിലെ 177-ാം വചനം വായിക്കുമ്പോൾ സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തി അത് കൂടുതൽ തൃപ്തിപ്പെടുത്തും. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ. എന്നാൽ പുണ്യം എന്ത്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. ഖുർആന്റെ ശൈലിയാണ്. ആദ്യം അതല്ല പുണ്യം എന്ന് പറയുന്നു, പിന്നീട് പുണ്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ജിജ്ഞാസ വരുന്നു. എന്നിട്ട് വിശ്വാസത്തിന്റെ അടിത്തറ, ഒരു കെട്ടിടത്തിന്റെ ബലം എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്, അടിത്തറയാണ്. അടിത്തറയെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. അങ്ങനെ വിശ്വാസത്തിന്റെ അടിത്തറയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു ധനത്തോട് സ്നേഹമുള്ളപ്പോൾ ധനം ബന്ധുക്കൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമാമോചനത്തിനും എല്ലാം നൽകുകയും. ഇവിടെ ഹുബ് എന്ന ഒരു പദം ഖുർആന്റെ ഒരു പദമാണ്.
ധനത്തോട് സ്നേഹമുള്ളപ്പോൾ, കബറിലേക്ക് കാലും നീട്ടിയിരിക്കുമ്പോൾ ലാംബോഗിനി നമുക്ക് വേണ്ട, ബെന്റ്ലി വേണ്ട, റോൾസ് റോയ്സ് വേണ്ട, മെഴ്സഡീസ് വേണ്ട, BMW വേണ്ട, നമുക്ക് വിലയേറിയ ടെലിവിഷനുകൾ വേണ്ട, വിലയേറിയ മൊബൈൽ ഫോണുകൾ വേണ്ട, ഒന്നും വേണ്ട. മറിച്ച് ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൊരു ചിന്തയുണ്ടാകും, വിലയേറിയൊരു മൊബൈൽ ഫോൺ ഒരു വശത്ത്, അതിൽ നിന്നും അല്പം പണമെടുത്ത് സഹജീവിക്ക് കൊടുക്കുക എന്നതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഖുർആന്റെ ശൈലി. പണത്തോട് സ്നേഹമുള്ളപ്പോൾ, ഹുബ്ബുള്ളപ്പോൾ. എന്നിട്ട് പറഞ്ഞു വഖാമസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തുടക്കത്തിൽ നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിക്കുന്നതിനല്ല പുണ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരും, നമസ്കാരത്തിന് പ്രാധാന്യമില്ലേ? ഇല്ല. നമസ്കാരം നിലനിർത്തണം. വർഷത്തിൽ ഒരിക്കലല്ല, മാസത്തിൽ ഒരിക്കലല്ല, ആഴ്ചയിൽ ഒരിക്കലല്ല, ദിവസത്തിൽ ഒരിക്കലല്ല, ദിവസത്തിൽ 5 നേരം. പലരുടെയും മനസ്സുകളിൽ ഒരു സംശയമുണ്ടാകും. എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എന്റെ ചിന്തകൾ, പലരുടെയും ചിന്തകൾ പങ്കിട്ടതാണ് ഞാൻ പറയുന്നത്. മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിന് ശരീരം കൊണ്ട് ഈ കസറത്ത്? ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ പത്രപ്രവർത്തകനായ ലിയോപോളിന് ഈ സംശയം തന്നെയുണ്ടായി. പലസ്തീനിലെ ഒരു ഹോട്ടൽ മുറിയുടെ ജാലകത്തിലൂടെ അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃദ്ധന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ നമസ്കരിക്കുന്നു. പല ദിവസങ്ങൾ ഇത് ആവർത്തിച്ചപ്പോൾ ഒരു ദിവസം ആ വൃദ്ധനോട് ചോദിച്ചു, ദൈവത്തോട് നന്ദി പറയണമെങ്കിൽ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞാൽ പോരെ? എന്തിനീ ശരീരം കൊണ്ടുള്ള കസറത്ത്? ആ വൃദ്ധൻ ലിയോപോളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മനസ്സുകൊണ്ട് മാത്രം നന്ദി പറയുക എളുപ്പമാണ്. പക്ഷേ ആ നന്ദിക്ക് ആത്മാർത്ഥത വേണമെങ്കിൽ മനസ്സും ശരീരവും ഒരുമിച്ച് ഏകാഗ്രതയോടെ നിർത്തണം. മനസ്സും ശരീരവും സൃഷ്ടിച്ചു തന്ന സ്രഷ്ടാവിനോട് ഞങ്ങൾ മുസ്ലിങ്ങൾ രണ്ടും കൊണ്ട് നന്ദി പറയുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈകെട്ടുന്നു. അതിനുശേഷം ഞങ്ങൾ സർവസ്വവും അവന്റെ മുമ്പിൽ കീഴൊതുങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഞങ്ങൾ ലോകങ്ങളുടെ നാഥനായി അവനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിന്നീട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ദൈവിക സഹായം തേടുകയുള്ളൂ എന്ന പ്രഖ്യാപനത്തിലൂടെ വിശ്വാസപരമായ, അധാർമികമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്നും അക്രമകാരികൾ ഞങ്ങളെ പെടുത്തരുതേ എന്ന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക മാത്രമല്ല, ഞങ്ങൾ സ്വയം ഞങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തും, നന്മയുടെ പാതയിലൂടെ വേണം സഞ്ചരിക്കാൻ, തിന്മയിലൂടെ സഞ്ചരിക്കരുത്. പിന്നീട് ഞങ്ങൾ ശിരസ്സു കുമ്പിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അവസാനം സുജൂദിൽ പോയിട്ട് ഒരു മണൽത്തരിയേക്കാൾ ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിസ്സാരന്മാരാണെന്ന് ഭരണാധികാരിയും ഭരണീയരും ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനും എല്ലാവരും പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങളുടെ എല്ലാ അഹങ്കാരങ്ങളും ഞങ്ങൾ അടിയറവെക്കുകയാണ്. അവസാനം സലാമിട്ടിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, മുൻപരിചയമില്ലാത്ത എല്ലാവർക്കും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു വൃദ്ധന്റെ നാവിൽ നിന്നും ഇതുപോലൊരു ഉത്തരം ലിയോപോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിക്കുകയും അദ്ദേഹമാണ് റൂട്ട് മക്ക, മക്കയിലേക്കുള്ള പാത രചിച്ച മുഹമ്മദ് അസദ് ആയി മാറിയത്. അങ്ങനെ ഒരു സത്യം അന്വേഷിക്കുന്ന വ്യക്തിക്ക് സൃഷ്ടാവുണ്ടെന്നും സൃഷ്ടാവേകനാണെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്നും ആരാധനയും നമസ്കാരങ്ങളുമെല്ലാം നന്മ ചെയ്യിക്കാനും തിന്മയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശക്തമായ ആയുധങ്ങളാണെന്ന് ബോധ്യപ്പെട്ട ശേഷവും അങ്ങനെയുള്ളൊരു വ്യക്തി അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല, അനുസരിക്കണമെന്നില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോടുള്ള നന്ദി ഹൃദയത്തിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് ആരെങ്കിലും പണം നൽകി സഹായിച്ചാലും തൊഴിൽ നൽകി സഹായിച്ചാലും അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും ആ വ്യക്തിയോട് നിങ്ങൾക്കൊരു നന്ദി ഉണ്ടാകില്ലേ? ഈ മനഃശാസ്ത്രമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിൽ നിന്ന് മഴ വർഷിക്കുന്നതും അതിലൂടെ മൃതഭൂമിക്ക് ജീവൻ നൽകുന്നതും ഭൂമിയിലെങ്ങും ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുന്നതും കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നതും കാറ്റിനെ കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതും രാപ്പകലുകൾ മാറ്റി മാറ്റി വരുത്തുന്നതും ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമാക്കിയതും അതിലൂടെ അരുവികൾ ഒഴുക്കിയതും അതിൽ പർവ്വതങ്ങൾ നാട്ടിയതും ഇരു സമുദ്രങ്ങൾക്കിടയിൽ മറതീർത്തതും നിർജീവരായ നിങ്ങൾക്ക് ജീവൻ നൽകിയതും ആര് എന്നിങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളിലൂടെ വിവിധ അധ്യായങ്ങളിൽ അള്ളാഹു ആവർത്തിക്കുകയാണ്.
അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് 55-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഫബി അയ്യാലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, ഇതിലേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഒരു സത്യവിശ്വാസം അന്വേഷിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിനോട് ഞാൻ നന്ദി കാണിക്കണം, ആ വ്യക്തിക്ക് തോന്നും. പക്ഷെ ഈ ഒരു മനസ്സുണ്ടായാലും ഇത്ര ഘട്ടങ്ങളെല്ലാം തരണം ചെയ്താലും അയാൾ ദൈവത്തെ അനുസരിക്കണമെന്നില്ല, ദൈവത്തോട് നന്ദി കാണിക്കണമെന്നില്ല. അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ എന്തു വേണം? അനുസരണക്കേടിന് ശിക്ഷ വേണം, നന്മക്ക് പ്രതിഫലം വേണം. ഈ സദസ്സിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, തെറ്റിന് ശിക്ഷ ലഭിക്കാത്ത, നന്മക്ക് പ്രതിഫലം ലഭിക്കാത്ത അള്ളാഹുവിനെ നാം എന്തിന് ഭയക്കണം? അള്ളാഹുവോട് ഉണ്ടായിക്കൊള്ളട്ടെ സന്തോഷം, അള്ളാഹുവാണ് അതെല്ലാം സൃഷ്ടിച്ചത്, അതിലും സന്തോഷം. അള്ളാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അതിലും സന്തോഷം. പക്ഷെ എന്തിനു ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം? ഈ ഒരു ചിന്ത സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ സ്വാർത്ഥമായ മനസ്സിലുണ്ടാകും. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ? 99-ാം അധ്യായത്തിൽ 7-8 വചനങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരു അണു നന്മ ചെയ്താൽ അത് കാണും, നന്മക്കനുസൃതമായ പ്രതിഫലം. ഒരു അണു തിന്മ ചെയ്താൽ അതും കാണും, ശിക്ഷ. സ്വാഭാവികമായിട്ട് പിന്നെയും മനുഷ്യന്റെ മനസ്സിൽ സംശയമാണ്, ഇതെല്ലാം സംഭവിക്കുമോ? 7-ാം അധ്യായത്തിലെ 22-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്നും നിങ്ങൾ സംശയിക്കുന്നുവോ? വ്യക്തമായ ചോദ്യമാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അള്ളാഹുവിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കണ്ണുകളുടെ ഘടന ഇന്ന് ഇന്റർനെറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് ഇന്റർനെറ്റിൽ പരിശോധിക്കുക. ആ സംവിധാനം, ഈ ഒറ്റ അവയവത്തിന്റെ ഘടനയും സംവിധാനത്തെയും സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഇത് യാദൃച്ഛികമായി ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും നിങ്ങൾക്ക് അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ അംഗീകരിച്ച മനുഷ്യന്റെ മനസ്സിലും മണ്ണും ചാരവുമായി തീർന്ന് നമ്മെ എങ്ങനെയാണ് അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കുക? ഇതാണ് ഏകദൈവ വിശ്വാസം അടിത്തറയാണ്. പക്ഷെ പരലോക വിശ്വാസമില്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിന് അർത്ഥമില്ല. അവിടെയാണ് ഏറ്റവും മനോഹരമായിട്ട്, വാസ്തവത്തിൽ ഈ വചനങ്ങളെല്ലാം വായിച്ചാലുണ്ടല്ല, ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളല്ല എന്ന് പറയില്ല. 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദി സൃഷ്ടി നടത്തിയവൻ നാമാണ് എങ്കിൽ വീണ്ടും അത് ആവർത്തിക്കുക എളുപ്പമാണ്. ഒരു മൊബൈൽ ഫോൺ ആദ്യമായിട്ടുണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നാം എല്ലാം അംഗീകരിച്ചതാണ്, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അതിന് സംശയമില്ല. കാരണം ഈ സങ്കീർണങ്ങളായ സംവിധാനങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അത് അംഗീകരിച്ച് നമുക്ക് മണ്ണും ചാരവുമായി തീരുന്ന നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അംഗീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അതുകൊണ്ട് പരലോകം ഒരു യാഥാർത്ഥ്യമാണെന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് 100% ബോധ്യപ്പെടും. അങ്ങനെ സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെന്നും അവൻ ഏകനാണെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാൻ പാടുള്ളൂവെന്നും അവൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും തിന്മയിൽ നിന്ന് മാറി നിന്നിട്ടാണെന്നും മരണാനന്തരം മണ്ണും ചാരവുമായി തീരുന്ന മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുമെന്നും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുമെന്നും എല്ലാം ബോധ്യപ്പെട്ട ശേഷം അടുത്തതായിട്ട് ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെല്ലാം നമ്മോട് ഉണർത്തിയിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തർത്ഥത്തിലാണ് ഒരു പ്രവാചകനാകുന്നത്? ആ മനുഷ്യന്റെ നാവിലൂടെ ഉതിർന്നു വീണ വചനങ്ങൾ, ഖുർആനും മറ്റു വചനങ്ങളും എന്തടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നത്? കാലാകാലങ്ങളിൽ മനുഷ്യരെ സത്യത്തിലൂടെയും നീതിയിലൂടെയും ധർമ്മത്തിലൂടെയും നയിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രവാചകന്മാർ തന്നെയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അമാനുഷിക സിദ്ധികൾ ചെയ്യുവാനുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വടിയെ പാമ്പാക്കുവാനും ആ വടി കൊണ്ട് സ്പർശിച്ചപ്പോൾ സാഗരത്തെ പിളർത്തുവാനും സാധിച്ചു.
മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയാൽ മരിച്ചവർക്ക് ജീവൻ നൽകാനും അന്ധന് കാഴ്ച നൽകാനും ബദറിന് കേൾവി നൽകാനും കളിമണ്ണുകൊണ്ട് പ്രാവിന് ജീവൻ നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ചന്ദ്രനെ പോലും പിളർത്തി കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ മൂസാ നബി അലൈഹിസ്സലാം പാമ്പാക്കിയ വടിയില്ല, പാമ്പില്ല, പിളർത്തിയ കടൽ പിളർന്ന രീതിയിലില്ല. ഈസാ നബി അലൈഹിസ്സലാം ജീവൻ നൽകിയ വ്യക്തിയില്ല, കാഴ്ച നൽകിയ അന്ധനില്ല, കേൾവി നൽകിയ ബദിരനില്ല, കളിമണ്ണുണ്ടാക്കിയ പ്രാവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിളർത്തിയ ചന്ദ്രൻ പിളർന്ന രീതിയിലില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഇത് സ്വീകരിക്കണം? സ്വാഭാവികമായ ചോദ്യമാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച എല്ലാ പ്രവാചകന്മാരും ഒരു കാലഘട്ടത്തിലേക്കും ഒരു ജനവിഭാഗത്തിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകിയ മാനുഷികതയ്ക്ക് പരിമിതിയുണ്ട്. ഇന്ന് അതിന് പ്രസക്തിയില്ല. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സ്പന്ദനം ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമാണ്. പ്രവാചകനാണ്, സന്ദേശത്തിനും പ്രസക്തിയുണ്ടെങ്കിൽ പ്രവാചകന് കൊടുത്തിട്ടുള്ള ഒരു അമാനുഷികതയ്ക്ക് മനുഷ്യ സ്പന്ദനം നിലനിൽക്കുന്ന കാലത്തോളം അതിനപ്പുറവും പ്രസക്തിയുണ്ട്. അതാണ് ഖുർആൻ. 17, 18, 19 നൂറ്റാണ്ടുകളിൽ ശക്തമായ സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടുകൂടി ഭ്രൂണശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ബീജത്തെയും അണ്ടത്തെയും ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തെയും സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന അടിസ്ഥാന കോശങ്ങളെയും ഈ അടിസ്ഥാന കോശങ്ങൾ വ്യത്യസ്ത അവയവങ്ങളായി രൂപാന്തരം പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെയും ശക്തമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ കെൽപ്പുള്ള സബ്മറീൻസ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്തിയിട്ടുള്ള മഹാസാഗരങ്ങളുടെ ആഴങ്ങളിലെ ഭയാനകമായ അന്ധകാരങ്ങളെയും പ്രപഞ്ചത്തിന്റെ ആരംഭത്തെയും എല്ലാം സംബന്ധിച്ച് ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഖുർആന്റെ ഭാഷാ പ്രയോഗമുണ്ട്. കണക്കുകളുടെ ഒരുപാട് അമാനുഷികതയും അത്ഭുതങ്ങളുമുണ്ട്. ഇതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. 24-ാം അധ്യായത്തിലെ 40-ാം വചനം, ഔ ഖളുമാത്തിൻ ഫീ ബഹറിൽ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ളുമാത്തുൻ ബൗലുഹാ ഫൗക ബൗലിൻ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ശ്രദ്ധിക്കുക, അവിശ്വാസികളുടെ ചേതികൾ ആഴമേറിയ സാഗരങ്ങളിലെ അന്ധകാരങ്ങൾ പോലെയാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ആ അന്ധകാരങ്ങളുടെ മേൽ തിരമാല, അതിന്റെ മേൽ തിരമാല, അതിന്റെ മേൽ മേഘങ്ങൾ, അങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നായി വിവിധ തരം അന്ധകാരങ്ങൾ. ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ അവന് ആ സ്വന്തം കൈ കാണുവാൻ കഴിയില്ല. അത്ര ഭയാനകമായ അന്ധകാരം. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അയാൾക്കൊരു പ്രകാശവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലാണ് ജീവിച്ചത്. സാഗരത്തിൽ നീന്തിയിട്ടുണ്ടെന്ന് നമുക്ക് തെളിവില്ല. ഇനി നീന്തി എന്ന് കരുതുക, മുങ്ങിക്കുളിച്ചെന്ന് കരുതുക. എങ്കിൽ പോലും 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു വ്യക്തിയാണെങ്കിലും ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു 4 നില അല്ലെങ്കിൽ 5 നിലയുടെ ആഴത്തിലേക്ക് നമുക്ക് വെള്ളത്തിൽ ഉപകരണങ്ങളില്ലാതെ മുങ്ങുവാൻ കഴിയും. ഖുർആൻ പറയുന്ന അന്ധകാരം 200 മീറ്ററുകൾക്ക് ആഴത്തിലുള്ളതാണ്. അതായത് 65 നില കെട്ടിടങ്ങളുടെ ആഴത്തിലുള്ള അന്ധകാരമാണ്. യഥാർത്ഥ അന്ധകാരത്തിന്റെ ഒരു അംശം പോലുമില്ലെങ്കിൽ ഇല്ലാതെ വരണമെങ്കിൽ 1000 മീറ്ററുകളോളം ആഴത്തിലുള്ള അന്ധകാരത്തെ സംബന്ധിച്ചാണ്. ഇനി ഒരു വാദത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുമാനം, സാഗരത്തിന്റെ ആഴങ്ങളിൽ അന്ധകാരമുണ്ടെന്ന് അനുമാനിച്ച് പറഞ്ഞതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ വിവരണം ഒന്ന് ശ്രദ്ധിക്കുക. സാഗരങ്ങളുടെ ആഴങ്ങളിലുള്ള അന്ധകാരങ്ങളെ തിരമാലകൾ മൂടുന്നു. അതിന്റെ മുകളിൽ തിരമാല, അതിന്റെ മുകളിൽ മേഘങ്ങൾ. ഇതിൽ എന്റെ മുൻപിലിരിക്കുന്ന സദസ്സിൽ ഒട്ടനവധി ആളുകൾ വിമാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. വിമാനത്തിന്റെ ജാലകത്തിലൂടെ നാം ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ പർവ്വതങ്ങൾ പോലെ മേഘങ്ങൾ കാണാം. സൂര്യപ്രകാശം ഈ മേഘങ്ങളിൽ തട്ടിച്ചിതറുന്നു. 30% പ്രകാശം അപ്പോൾ തന്നെ നഷ്ടപ്പെടുകയാണ്. പിന്നെ അവിടുത്തെ പൊടിപടലങ്ങളും വെള്ളത്തിന്റെ അംശങ്ങളുമെല്ലാം 19% പ്രകാശത്തെയും വലിച്ചെടുക്കുന്നു. അപ്പോൾ 49% സൂര്യപ്രകാശം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളത് സാഗരത്തിന്റെ ഉപരിഭാഗത്തിലുള്ള തിരമാലകളിൽ എത്തുമ്പോഴേക്കും 30% നഷ്ടപ്പെടുന്നു. ഉപരിഭാഗത്തുള്ള തിരമാലകളിൽ സൂര്യപ്രകാശം തട്ടിച്ചിതറുന്നു.
5% പിന്നെയും നഷ്ടപ്പെടുന്നു. ബാക്കിയുള്ള പ്രകാശമാണ് സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് വരുന്നത്. അതിലുള്ള മോളിക്യൂൾസുകൾ പ്രകാശത്തെ ഛിന്ന ഭിന്നമാക്കുന്നു, ചിതറിക്കുന്നു. വ്യത്യസ്ത നിറങ്ങൾ 7 നിറങ്ങളായിട്ട് അത് ചിതറുന്നു. ഏകദേശം 50 മീറ്റർ കഴിയുമ്പോഴേക്കും ചുമപ്പ് നിറം, റെഡ്, പ്രകാശത്തിന് നഷ്ടപ്പെട്ട് കാണും. 50 മീറ്ററിന്റെ അടിയിൽ വെച്ച് നമ്മുടെ കൈ മുറിഞ്ഞാൽ ഒരു ദ്രാവകമാണെന്ന് മനസ്സിലാക്കാം, ചുവപ്പ് കളർ ഉണ്ടാകില്ല, നിറമുണ്ടാകില്ല. ഒരു 100 മീറ്റർ കഴിയുമ്പോൾ പച്ച നിറം നഷ്ടപ്പെടും. പിന്നെയും പ്രകാശം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സാഗരത്തിന്റെ ആഴങ്ങളിൽ ഭയാനകങ്ങളായ തിരമാലകളുണ്ട്. ഇന്നോവേഴ്സ് മൈലുകൾ കണക്കിനാണ് നീളം, പർവ്വതങ്ങളെ പോലെ വലിപ്പമുള്ള തിരമാലകൾ. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല, ഉപകരണങ്ങൾ കൊണ്ട് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയതാണ്. അതിലും തട്ടിച്ചിതറുന്നു. അതിന്റെ അടിയിലുള്ള 200 മീറ്ററുകൾക്കടിയിലുള്ള, അതായത് 670 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ ആഴങ്ങളിലുള്ള അന്ധകാരമാണ്. പിന്നെയും വെളിച്ചത്തിന്റെ, പ്രകാശത്തിന്റെ ചെറിയ അംശങ്ങൾ ഉണ്ടാകാം. 1000 മീറ്ററുകൾക്ക് ആഴത്തിൽ ഒന്നും തന്നെയില്ല, കൂരിരട്ട്. ഒരുവൻ തന്റെ കരങ്ങൾ പുറത്തേക്ക് നീട്ടിയാൽ കാണുമാറാകയില്ല. ശക്തമായ സൂക്ഷ്മദർശിനി കൊണ്ട് മാത്രം കണ്ടെത്തിയിട്ടുള്ള അന്ധകാരം എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിഞ്ഞതെന്ന് മാത്രമല്ല, ആ വിവരണം അന്ധകാരങ്ങളുടെ മേൽ തിരമാല, അതിന്റെ മേൽ തിരമാല, ഇന്നർ വെയ്റ്റ്സ്, അതിന്റെ മുകളിൽ തിരമാല, ഉപരിതലത്തിലുള്ള തിരമാല, അതിന്റെ മുകളിൽ മേഘങ്ങൾ. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ആരും പറഞ്ഞു പോകും, ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന്. ഈ ഖുർആൻ പഠിക്കുകയും ഉൾക്കൊള്ളുകയും നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട, തുറന്ന മനസ്സോടുകൂടി ഖുർആനെ വിലയിരുത്തുന്ന ആരും അംഗീകരിക്കും ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്നും ഇസ്ലാം യഥാർത്ഥ ദൈവിക ദർശനമാണെന്നും. പക്ഷേ ഈ തുറന്ന മനസ്സോടുകൂടി സത്യം അന്വേഷിക്കുകയും തേടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ എക്കാലഘട്ടത്തിലും ന്യൂനപക്ഷമായിരുന്നു. മഹാഭൂരിപക്ഷവും തങ്ങൾ വിശ്വസിക്കുന്ന മത ദർശനത്തിൽ അന്ധമായി അള്ളിപ്പിടിക്കുന്നവരാണ്. അവർ ഇസ്ലാമിനെയും ഖുർആനെയും പ്രവാചകരെയും മനസ്സിലാക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും സാമ്പത്തിക ഇടപാടുകളിലൂടെയും ആയിരിക്കും. അനാഥത്വം എന്ന് പറയുന്നത് നിസ്സഹായതയുടെ പാരമ്യമാണ്. പ്രവാചകന്റെ ജീവിതം ആരംഭിച്ചത് അപ്രകാരമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉയർച്ചയുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറാനോ വലിയൊരു തടസ്സമാണ്. പ്രവാചകൻ ജീവിച്ചത് ദരിദ്രനായിട്ടായിരുന്നു. 40 വയസ്സ് വരെ സാധാരണക്കാരനായി ജീവിച്ച വ്യക്തി 40-ാം വയസ്സിൽ പ്രബോധനം ആരംഭിച്ച് ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ അടിമകൾ മുതൽ മക്കയിലെ പ്രമാണിമാർ വരെ ഈ വിശ്വാസം സ്വീകരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പുലർത്തിയ സത്യസന്ധതയും ആത്മാർത്ഥതയും, വാക്കിലും പ്രവൃത്തിയിലും സമീപനങ്ങളിലുമുള്ള സൗമ്യതയുമായിരുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും ശക്തമായ പ്രചരണായുദ്ധം ഒരു മുസ്ലിമിന്റെ ആയുധം തന്നെയായിരിക്കണമെന്ന് സ്വന്തം ഉപദേശത്തോട് 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. ഞാനും നിങ്ങളുമോ? സ്വയം നാം സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. തന്റെ മേൽ ചപ്പു ചവറിട്ട യഹൂദ പെൺകുട്ടിക്ക് അസുഖമാണെന്നറിഞ്ഞ് ഓടിച്ചെന്നവരെ സമാശ്വസിപ്പിച്ച പ്രവാചകന്റെ ആ അലിവാർന്ന ഹൃദയം എന്തേ നാം മറന്നുപോകുന്നത്? തന്നെ വധിക്കാൻ വന്ന വ്യക്തിയുടെ വാള് നിലത്തു വീഴുകയും ആ വാള് തന്റെ കരങ്ങളിൽ വന്നിട്ടും ശത്രുവിന് മാപ്പ് നൽകിയ പ്രവാചകന്റെ വിട്ടുവീഴ്ച മനോഭാവം എന്തേ നാം ഓർക്കാതെ പോകുന്നത്? മരവിച്ച് തണുത്തു കിടന്നൊരു മരുഭൂമിയിൽ പ്രസവവേദന കൊണ്ട് പൊളയുന്നൊരു ദരിദ്ര സ്ത്രീയെ കണ്ട് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നവരുടെ പ്രസവം നോക്കാൻ ഏൽപ്പിക്കുകയും ആ സ്ത്രീയുടെ ഭർത്താവിന് സ്വന്തം കരങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാരുണ്യത്തോടുകൂടിയുള്ള ആ സമീപനം എന്തേ നാം വിസ്മരിക്കുന്നത്? ഭരണാധികാരി ഉമർ കാണുന്നില്ലെങ്കിലും ഉറങ്ങാത്ത കണ്ണുകൾ കൊണ്ട് നമ്മെ വീക്ഷിക്കുന്ന അല്ലാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല എന്ന് അതിന് നിർബന്ധിച്ച മാതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ദരിദ്ര ബാലികയുടെ സത്യസന്ധത എന്തോ നമുക്ക് ആവേശം പകരാത്തത്? കുലീനയായ സ്ത്രീക്ക് പകരം തന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ നീതിബോധം എന്തേ നമുക്ക് പ്രചോദനം നൽകാത്തത്? ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ. മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അല്ലാഹുവും കാരുണ്യം കാണിക്കില്ലെന്നും യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നെല്ലാമുള്ള പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ എന്തേ നാം മറന്നു പോകുന്നത്? അൽ ഖായിദയും ISIS-ഉമെല്ലാം
അഭയാർത്ഥികൾ എന്ന വ്യാജേന തീവ്രവാദികളെ യൂറോപ്പിന്റെ മണ്ണിലേക്ക് കടത്തിവിടുകയാണെന്നും ഇപ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഭയാനകമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇനിയും വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ശരീഅത്ത് നിയമം നടപ്പാക്കുകയും മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുമെന്നെല്ലാമുള്ള നുണപ്രചരണങ്ങൾ നടത്തി യൂറോപ്പിലെ ജനതയെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിലാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആ സംഭവം നടന്നത്. യുദ്ധക്കെടുതിയിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാഗരം കടക്കുന്നതിനിടയിൽ മുങ്ങിപ്പോയൊരു കുടുംബത്തിലെ 4 വയസ്സ് 3 വയസ്സുള്ള പിഞ്ചുബാലന്റെ വിറങ്ങലിച്ച് മരവിച്ചു കിടന്ന പിഞ്ചു ശരീരം കടൽ തീരത്ത് അണഞ്ഞത് ലോക മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കി. തങ്ങൾ അഭയം നൽകാതിരുന്നത് കൊണ്ട് ബാല്യം കരിഞ്ഞുപോയ, സ്വപ്നങ്ങൾ ചാമ്പലാക്കപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട പിഞ്ചുബാലന്റെ ദുരന്തം യൂറോപ്പിലെ വലിയൊരു ജനവിഭാഗം കണ്ടത് തങ്ങളുടെ മനസ്സാക്ഷിയിലേക്കുള്ള കഠാര കുത്തിയിറക്കിയതുപോലെയാണ്. ഒട്ടനവധി ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് ഫേസ്ബുക്കിലൂടെയും വെബ്സൈറ്റ് മറ്റു മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചത്. ഞങ്ങളുടെ വീടുകളിൽ അവരെ താമസിപ്പിക്കാം, ഞങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും അവർക്ക് നൽകാം, ഞങ്ങളുടെ വസ്ത്രം അവർക്ക് നൽകാം, ഞങ്ങളുടെ കുട്ടികളോടൊപ്പം അവരെയും വളർത്താം, ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകാം, ഞങ്ങളുടെ തൊഴിൽശാലകളിൽ അവരെയും പരിശീലിപ്പിക്കാം. ലബനാനും ജോർദാനും അതുപോലെ തന്നെ ടർക്കിയും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് അഭയം നൽകി എന്നതും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. എന്നാൽ പുറം തിരിഞ്ഞു നിന്ന മുസ്ലിം സമൂഹങ്ങളുമുണ്ട് എന്നതൊരു സത്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുറൈശികളുടെ മർദ്ദനം സഹിക്കാതെ മുഹാജിറുകൾ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ കൂടപ്പിറപ്പുകളെ പോലെയല്ല അൻസാറുകൾ സ്വീകരിച്ചത്. തങ്ങൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും അവർക്ക് അവർ ഭക്ഷണം നൽകിയില്ലേ, തങ്ങളുടെ വസ്ത്രങ്ങൾ നൽകിയില്ലേ, വ്യാപാരത്തിൽ പങ്കുചേർത്തില്ലേ? ഈ മനസ്സും മനോഭാവം എന്തേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുണ്ട് മദീനയിൽ. രാത്രി കാലങ്ങളിൽ വിളക്കിൽ എണ്ണയൊഴിക്കാൻ സ്ഥിതിയില്ലാത്തത് കൊണ്ട് അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ പല ഭവനങ്ങളും അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു. അത് അന്ന് ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾ ഏകദൈവ വിശ്വാസം കൊണ്ടും ആദർശം കൊണ്ടും നിസ്വാർത്ഥത കൊണ്ടും കാരുണ്യം കൊണ്ടും ജ്വലിച്ചിരുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ മസ്ജിദുകളും ഭവനങ്ങളും വൈദ്യുതി വിളക്കുകൾ കൊണ്ട് പ്രകാശപൂരിതമാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ആദർശമില്ലായ്മ കൊണ്ടും സ്വാർത്ഥത കൊണ്ടും അന്ധകാരത്തിൽ മുങ്ങിയിരിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളുടെ മസ്ജിദുകളും ഭവനങ്ങളും ഇടുങ്ങിയതായിരുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മുടെ ഹൃദയങ്ങൾ വിശാലമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മസ്ജിദുകളും ഭവനങ്ങളും വിശാലമാണ്, എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ ഇടുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി അതിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിലൂടെ ഇസ്ലാമിന്റെ ശക്തരായ പ്രബോധകരായി തീരണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഹീന ലൽ കിതാബി വസുന്ന വമിത്ന മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ